ആസ്പെറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനീ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ബിയും ഡിയും മാറിപ്പോവുക, പിയും ക്യൂവും മാറിപ്പോവുക, അതുപോലെ തന്നെ എഴുതുമ്പോൾ ധാരാളം സ്പെല്ലിംഗ് എറേഴ്സ് വരുത്തുക, വായിക്കാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബിയും ക്യൂ ഒക്കെ മാറിപ്പോകുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ വിഷ്വൽ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരേ വാക്കുകൾ, അതായത് ഒരു വാക്ക് തന്നെ എഴുതുമ്പോൾ പല പല സ്പെല്ലിങ്സിൽ എഴുതുക, അതായത് അക്ഷരങ്ങൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി ഒരു വേർഡ് എഴുതുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ ഒരേപോലെ തോന്നുന്ന വേർഡുകൾ, ഇപ്പോൾ ഫ്രം എന്ന് എഴുതുന്നത് ഫോമായി മാറുകയും ഫോം എഴുതുമ്പോൾ ഫ്രം ആയി മാറുകയും പോലെയുള്ള പ്രശ്നങ്ങൾ. ഇത് ഒരേ വാക്ക് തന്നെ പല രീതിയിൽ എഴുതുന്ന പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് ഉള്ളതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സപ്പോർട്ട് എടുക്കേണ്ടത് ആവശ്യമാണ്. ഏർലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലാണെങ്കിൽ വേഗം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യൂ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. താങ്ക് യു.